ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് റെഡിയാക്കിയിരിക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് കോളിഫ്ലവർ കിട്ടിയാൽ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടാവില്ലേ? എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇതിങ്ങനെ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആണ് പോകുന്നത്. അപ്പോൾ അത് കോളിഫ്ലവർ നന്നായിട്ട് ഇതളുകളായിട്ട് മുറിച്ചിട്ട് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഉപ്പെല്ലാം ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും. അതുപോലെ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോക്കോളും, ചൂടുവെള്ളമായതുകൊണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാപ്സിക്കം 3 തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ്. ക്യാപ്സിക്കം ഇടണമെന്ന് നിർബന്ധമില്ല, ഇല്ലെങ്കിൽ ഇടണ്ട. അപ്പോൾ ഇനി വേണ്ടത് 3 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവിന് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതുപോലെ ഇങ്ങനെ വേറിട്ടെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം പിന്നെയും അതിൽ കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ വേർതിരിച്ച് മാറ്റിയെടുക്കാം വെള്ളത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ഞാനിവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ പെരുംജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാളയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരേക്കും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മൾ കോളിഫ്ലവർ കറി വെച്ചാൽ മതിയാവും. ഇനി ഞാൻ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്താണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു കോളിഫ്ലവർ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് പുളി ആവശ്യമാണ്. അപ്പോൾ ഞാൻ വേറെ പുളി ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് തക്കാളി ഇത്ര എടുത്തിരിക്കുന്നത്. നമ്മൾ കയ്യിലിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ അനുസരിച്ച് തക്കാളി ചേർത്താൽ മതിയാവും. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ച ചൊവയും എല്ലാം ഒന്ന് മാറുന്നിടം വരെ നമ്മൾ അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരുമ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം തികഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അതിനെ അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ചിട്ട് അടച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കുക. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചെപ്പും കൂടെ നമ്മൾ വെതറി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്.